വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇന്ന് മണ്ടൂരേക്ക് പോവാണ്. ഇപ്പോൾ പോകുന്നത് മണ്ടൂരേക്കല്ല, ഇപ്പം ഞാൻ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി പോകുന്നപ്പോൾ പോകത്തുണ്ട്. ജുമാൻ കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഉപ്പാനെ കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാനെ കൂട്ടിയിട്ട് വന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുഡ് കഴിച്ച് പോകും. നമുക്ക് കാണാം. ബായ്. ഉപ്പാനെ കൂട്ടാൻ പോകുമ്പം ഓനെ കൂട്ടായിത്തോണ്ട് കരയാന്ന്. ശുണ്ടരക്കുട്ടപ്പനായൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് ഗൈസ്. വണ്ടീൻ്റെ മീറ്ററിൻ്റെ സ്പീഡിൻ്റെ സൂചിയില്ലേ, അത് വർക്കിടല്ല ഗൈസ്. എനിക്ക് ഇവിടെ താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ഉള്ളിലായില്ലേ, ഹെൽമെറ്റ് എടുക്കാൻ. ഇനിയിപ്പോൾ ഹെൽമെറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഓൻ കരയില്ലേ. പോവാം. അപ്പോൾ അത് കുറച്ച് ഇങ്ങോട്ട് വരാൻ പറയും. അടിമോൻ ഇവിടെ വെയിറ്റ് ചെയ്യലാണ്. വാ, എന്റെ പൈസ ഉണ്ടാ? നക്കിയാണ് ഗൈസ്, നക്കി. വാണ് ഇല്ല, പിന്നെ ഇറങ്ങാം. ഇല്ല ഗൈസ്, ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. God, guys! You know, guys, എൻ്റെ ഫോൺ വേണം. എൻ്റെ ഫോൺ വേണം. ഒന്നും വേണ്ട ഗൈസ്. ഇവിടെ എപ്പം അടിയാണ് ഗൈസ്. ചിക്കൻ ഫ്രൈക്കും മാങ്ങക്ക് ബത്തക്കൊക്കെ അടി ഉണ്ടാക്കുന്നത് ഇതായ ഈ മനുഷ്യനാണ് ഗൈസ്. എപ്പോൾ അടി ഉണ്ടാക്കൽ ഗൈസ്. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി ഗൈസ്. എൻ്റെ കുക്കുടു, രണ്ട് കുക്കുഡൂസും റെഡിയായി. എൻ്റെ പാക്കിങ് റെഡിയായി. ഹായ് ഗൈസ്, നമ്മൾ റെഡിയായി. ഏത് പോണോനെ, ഏത് പോണോനെ? നമ്മളെ കൂടെ വരുന്ന ഉപ്പാപ്പ റെഡി ആയിട്ടില്ല. നമ്മൾ റെഡി ആയിരിക്കുന്നു. നമ്മുടെ ഉപ്പാപ്പ എന്നാണ് ഉപ്പാപ്പ. നമ്മള് ഉപ്പാപ്പക്കും മാമക്കൽബിലെ ശല്യം എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. വെറുതെ ഷോ ആക്കുന്ന പാപ്പ. ശരിക്കും പാപ്പക്കെല്ലാം ഭയങ്കര ശല്യമാണ്. നമ്മൾ പോവുകയാണ് ഗൈസ്. നാളെ രാവിലെ മുതൽ ഇനി ഇൻഷാ അല്ലാഹ് മദ്രസയിലേക്ക് പോകും. ഫുൾ ബിസി ഡേ സ്റ്റാർട്ടാണ്. ഓക്കെ, ടാറ്റാ. ഇവിടെ പോകുന്ന ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ തുട്ടനും ഉപ്പയും കൂടെ നടന്ന് പോവാന്ന്. അവർ രണ്ടുപേരും ബസ്സിന് വരും. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ബസ്സിന് വരും. ഞാനും ഇന്നും വണ്ടിയിൽ പോവും. അപ്പോൾ തുട്ടനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇറങ്ങുന്നുണ്ടോ എന്നില്ല കാര്യം. അങ്ങനെ കുറച്ച് ചായ കുടിക്കുകയാണ്. ചായ എൻ്റെ ഇത്ര സ്പീഡ് കുടിക്കുന്ന വിചാരിക്കരുത്, തണിഞ്ഞ ചായയാണ്. അപ്പോൾ കുഞ്ഞിക്ക് അങ്ങനെ ഉമ്മ കൊടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി ചായ എനിക്ക് തന്നതാണ്. ഞാൻ കുടിക്കുകയാണ്. വേഗം കുടിച്ച് വേഗം പോകണം. പിന്നെ മഴ അങ്ങനെ വന്നിനെങ്കിൽ പണി കിട്ടും. കുറച്ച് സോഡ. ഇതാണ് കുട്ടെ, ഇതാണ് നമുക്ക് ആ ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാം.
അങ്ങനെ ഞാനും ഇന്നും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ കുപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനും വണ്ടി സൈഡാക്കിയതാണ്. കുറച്ച് വെള്ളം കുടിച്ചൊരു ചോക്ലേറ്റും കഴിച്ച്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് നമ്മൾ എഴുത്താണ്. കാരണം ഉപ്പ വരുന്നത് പിലാത്തറ റൂട്ടും ഞാൻ പോകുന്നത് പഴങ്ങാടി റൂട്ടുമാണ്. പിലാത്തറ റൂട്ട് പോകുമ്പോൾ ഭയങ്കര റഷായിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു റോഡ് സെലക്ട് ചെയ്തത്. ഇതാകുമ്പോൾ നല്ല കൂളായിട്ട് റഷൊന്നും ഇല്ലാണ്ട് പോവാം. നമുക്കറിയുന്ന സ്ഥലങ്ങളൊക്കെ ആണ്. മറ്റേ റോഡിൽ പോകുമ്പോൾ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടി. അങ്ങനെ ഞാനും ഉപ്പാനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇവിടെ എത്തി ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാമെന്ന്. അങ്ങനെ ഉപ്പ എത്തുന്നതിന് മുമ്പേ സത്യം പറഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ഇവിടെ കുറച്ച് സമയം നിന്ന് കോളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിർത്തിയിട്ടാണ് സ്ലോയിൽ നിർത്തിയിട്ടാണ് പോയത്. കാരണം മിന്നുവിന് ഛർദ്ദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒക്കെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഓട്ടോയിലും ബസ്സിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്നും വിടലായി. നമ്മളെ വീട്ടിലേക്ക് പോകുന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഒരു ഷോർട്ട് കട്ട് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു മുറുക്കെ പിടിക്കണേ, വീണ് പോകരുത്, ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളൊരു വീഡിയോ എടുക്കുകയെന്ന്. വീഡിയോ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയൊക്കെ ആക്കിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്കാവുന്ന രീതിയിൽ ഒരിടത്ത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. ഈ ഒരു വയലൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. ഞാൻ റാസിക്കുള്ള സമയത്ത് അധികവും നമ്മൾ ഇതിലോട്ട് തന്നെയാണ് പോക്ക്. നല്ല സുഖമായിട്ട് നല്ല കാറ്റോട് കൂടിയിട്ട് പോകാൻ പറ്റും. കാരണം വയൽ പ്രദേശമായതുകൊണ്ട് നമ്മൾ വന്ന് കുറേ ടൈം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മളിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉപ്പാൻ്റെ മണ്ടൂർ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട്ടതിന് ശേഷമാണ് ഉപ്പ ശരിക്കും പറഞ്ഞാൽ വണ്ടി വിടുന്നത്, പിലാത്തറയിൽ നിന്ന് വിടുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ മണ്ടൂർ ഉപ്പാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉപ്പ വന്നതിന് ശേഷം ഉപ്പ ഓട്ടോയിൽ വരും, ഞാൻ വണ്ടിയിൽ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുന്ന ഗായ്സ്. തുട്ടന് മോനെ അമ്പലം കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് അങ്ങനെ കാണിച്ചിരുന്നു. നമ്മ വാ അമ്പലം കാണിച്ച് തരാമെന്ന് ഇങ്ങനെ പറയാമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ മണ്ടൂരെത്തി ഗൈസ്. മണ്ടൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തി ഗൈസ്.